ഹേ ഗൈസ്, വെൽക്കം ടു ടോൾ ബോയ് എന്റർടൈൻമെന്റ്സ്. ഞാൻ നീരജ്. അങ്ങനെ വീണ്ടും വേടന്റെ പുതിയൊരു സോങ് കൂടി വന്നിരിക്കുകയാണ്. തെരുവിന്റെ മോൻ. വേടൻ ആൻഡ് ഋഷി രണ്ടുപേരും കൂടിയാണ് ചെയ്തിരിക്കുന്നത്. ജാഫർ അലി ആൻഡ് സൈന മ്യൂസിക്കിലാണ് ഇത് റിലീസ് ചെയ്തിരിക്കുന്നത്. വേടൻ വിത്ത് വേടൻ എന്ന അദ്ദേഹത്തിന്റെ ഒഫീഷ്യൽ പേജിലല്ല. എനിവേ, ഇതിന്റെ ടീസർ വന്നിട്ടുണ്ടായിരുന്നു. സോ ലെറ്റ്സ് വാച്ച് ദ സോങ്. നമുക്ക് എന്താണ് സോങ്ങിനകത്ത് പുതിയതായിട്ട് വേടന്റെ മൂർച്ചയേറിയ വാക്കുകൾ ഉള്ളത് എന്ന് നോക്കാം. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. ഓ കരയല്ല നെഞ്ച കരയല്ല ഇന്ന് വീണ മുറിവ് നാളെ അറിവല്ല. കരയല്ല നെഞ്ച കരയല്ല ഇന്ന് വീണ അറിവല്ല. കരയല്ല നെഞ്ച കരയല്ല ഇന്ന് വീണ മുറിവ് നാളെ അറിവല്ല. കരയല്ല എപ്പോഴും ഇന്ന് വീണ മുറിവ് നാളെ അറിവല്ല. വീരൻ ഞാൻ വാക്കാണ് ആയുധം വരിയില്ല അണക്കടലും കത്തും. മണ്ണില്ലൻ കാൽ തൊട്ട നാൾ മുതൽ ആരംഭം ഈ യുദ്ധം. ഒരു വേടൻ പോരിൽ ചത്താൽ 1000 ആളായി വീണ്ടും പിറക്കും. എലിയെങ്കിൽ മലയും തുരക്കും, പുലിയെങ്കിൽ പോരിൽ മരിക്കും. ആര് മുഴുവനും എതിരെയെങ്കിലും പാട്ടുകൊണ്ട് ഞാൻ പോരി നടത്തും. ദത്തുപുത്രനാ തെരുവിന്റെ രുചി അറിയില്ല മെടമാറിന്റെ. തെരുവിന്റെ മോൻ തെരുവിന്റെ മോൻ ഞാൻ പാടുന്ന പാട്ടിൽ മുറിവിന്റെ തേൻ. തെരുവിന്റെ മോൻ ഞാൻ പാടുന്ന പാട്ടിൽ മുറിവിന്റെ തേൻ. കരയല്ല കരയല്ല ഇന്ന് വീണ മുറിവ് നാളെ അറിവല്ല. അപ്പോ പുള്ളിയുടെ ലൈഫിനെ കുറിച്ച് തന്നെയാണ് വീണ്ടും സോങ് വന്നിരിക്കുന്നത്. വരികൾ കേട്ടാൽ മനസ്സിലാവും. മാതിരി തീക്കിണ്ണ സാധനം, അങ്ങനെ പറയണം. തീക്കിണ്ണ സാധനമാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഇത് ആ ഒരു വാക്ക് എല്ലാവർക്കും ഉള്ളതാട്ടോ. അതായത് ഇന്ന് വീണ മുറിവ് നാളെ അറിവല്ലേ. നമുക്ക് ഇന്ന് ലൈഫിൽ ഏൽക്കുന്ന ഒരുപാട് പരാജയങ്ങൾ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ, അതൊക്കെ ഒരു മുറിവായിട്ട് നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ നാളെ നമുക്കത് വിജയത്തിലേക്ക് എത്തുമ്പോഴുള്ള അല്ലെങ്കിൽ പുതിയൊരു ലൈഫിലേക്ക് നമ്മൾ എത്തുമ്പോഴുള്ള അറിവായിട്ട് മാറും. അത് അല്ലെങ്കിൽ എന്താ പറയാ, തോൽവിയിൽ നിന്ന് പഠിക്കാന്ന് പറയില്ലേ, ദാറ്റ്സ് സംഗതിയുള്ള. ഇന്ന് വീണ മുറിവ് നാളെ അറിവല്ല. കരയല്ല നെഞ്ച കരയല്ല ഇന്ന് വീണ മുറിവ് നാളെ അറിവല്ല. ഞാൻ ജനിച്ചപ്പോ കൂടെ ജനിച്ചത് പാട്ടുകള്, അത് മറച്ചു വെച്ച് ഞാൻ പശിയടക്കുവാൻ ചെയ്തത് വേട്ടകള്. പല വേട്ടകള്, പല എച്ചിൽ പാത്രം കഴുകിയ കൈകള്. ആ കൈ കൊണ്ട് ഞാൻ എഴുതിയ വരികള് എല്ലാം തീകള്. തീകള് പല ഭാരമേന്തിയൻ തോളുകള്. നോവുകയില്ല കാലുകള്, തെരുവിലുറങ്ങിയ നാളുകള്. വേട്ടയാടുന്ന ഓർമ്മകള് ഓർമ്മകളെ തിരിച്ചു വരല തിരിച്ച്. നിഴല് പോലും കൂടെ ഇല്ലാതെ തനിച്ച് നിന്നല്ലോ തനിച്ച്. കരുണ കൊതിച്ച കുരുന്നു മനസ്സ് ഇരുമ്പ് പോലെ മാറി. കരിമ്പ് പോലെ മതിരിക്കില്ലട വേടൻ എഴുതും വരി. കരുണ കൊതിച്ച കുരുന്നു മനസ്സ് ഇരുമ്പ് പോലെ മാറി. കരിമ്പ് പോലെ മതിരിക്കില്ലട വേടൻ എഴുതും വരി. ഞാൻ കുടിച്ച കഞ്ഞിയിൽ ഉപ്പ്, എന്റെ ഉടല് ചിന്തിയ വിയർപ്പ്. പകല് മരിച്ച സൂര്യൻ, രാത്രി നിലവായി നിലയ്ക്ക് മുറപ്പ്. ഞാൻ ആദി മരത്തിൻ പേര്, ആഴക്കടലിൻ നീര്. ഞാൻ ആഴക്കടലിൻ നീര്, ഞാൻ ആദി മരത്തിൻ പേര്. കരയല്ല നെഞ്ച കരയല്ല ഇന്ന് വീണ മുറിവ് നാളെ അറിവല്ല. കരയല്ല നെഞ്ച കരയല്ല ഇന്ന് വീണ മുറിവ് നാളെ അറിവല്ല. കരയല്ല നെഞ്ച കരയല്ല ഇന്ന് വീണ മുറിവ്. ശരിക്കും പറഞ്ഞ നമ്മുടെ ആ ലാസ്റ്റ് റാപ്പ് ഇറങ്ങി അതിനുശേഷം വേടനുണ്ടായ ആ ഒരു പ്രോബ്ലംസ്, കേസുകള്, കാര്യങ്ങൾ, പിന്നെ അവിടുന്ന് വീണ്ടും സ്റ്റേജിലേക്കുള്ള വേടന്റെ വരവ്, അതിനുശേഷം നരിവേട്ടയിലത്തെ സോങ് ഇറങ്ങി. ഓക്കെ, അത് സിനിമയുടെ പാർട്ടായിട്ടുള്ള വേടൻ തന്നെ എഴുതിയ മൊത്തങ്ങൾ ആ സമരമായിട്ട് ബന്ധപ്പെട്ടതാണ്. പക്ഷെ ഇത് ശരിക്കും പറഞ്ഞ എന്താ പറയാ, വേടന്റെ ഒരു പ്രൊഫൈല് ജസ്റ്റ് ഒരു 3 മിനിറ്റ് മാത്രമുള്ള ഒരു സോങ്ങിൽ ഇവന്റെ ഒരു മൊത്തം ലൈഫിനെ കുറിച്ചുള്ള അല്ലെങ്കിൽ ഇവൻ അനുഭവിച്ച വേദനകളെ കുറിച്ചുള്ള ആ ഒരു കാര്യം നല്ല രീതിക്ക് തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. വാക്കുകളാണ് വേടന്റെ ആയുധം എന്ന് പറയില്ലേ, അതാണ്. അതൊക്കെ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ എഴുതിയ വാക്കുകൾ ഒരിക്കലും മതിരിക്കില്ല എന്നുള്ളത്. എന്റെ മോൻ, എന്തായാലും ഇത് കിടില്ല കേട്ടോ. ഈ സംഭവത്തിന് ശേഷം, ഇത്രയും വലിയ ഇഷ്യൂവിന് ശേഷം ഒരു ബയോപിക് കണക്കിന് അല്ലെങ്കിൽ പ്രൊഫൈല് മൊത്തമായിട്ട് അങ്ങ് ഒരു സോങ്ങിൽ കൊണ്ടുവരുന്നത് അത് ചില്ലറ കാര്യമല്ല. അവന്റെ എന്താ പറയാ, എരിക്കും തീയിൽ നിന്നാണ് ഉരുക്കും തീ പോലത്തെ ഒന്നിനെ നമുക്ക് കിട്ടിയത്. ശരിക്കും പറഞ്ഞാൽ വേടൻ പബ്ലിക്കലി ജനങ്ങളുടെ ആളാണ്. കാരണം ഇത് പെട്ടെന്ന് ഒരു PR വർക്ക് കൊണ്ടോ അങ്ങനത്തെ സംഭവം കൊണ്ട് കയറി വന്ന ആളല്ല വേടൻ. സ്വന്തം കഴിവുകൊണ്ട്, സ്വന്തം വാക്കുകൾ കൊണ്ടാണ് വേടൻ വ്യത്യസ്തനായതും മറ്റ് റാപ്പിന്റെ ആൾക്കാരിൽ നിന്നും ഇദ്ദേഹം വ്യത്യസ്തനായ റാപ്പർ ആയതും.
പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നു വേടനിൽ നിന്ന് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് ഒരുപാട് റാപ്പേഴ്സ് വരുന്നുണ്ട്. ലൈക്ക് നല്ല നല്ല ഇത്തരം മൂർച്ചയുള്ള വരികൾ എഴുതിക്കൊണ്ട് ഞാൻ ഇൻസ്റ്റയിൽ തന്നെ 1-2 പേരെ കാണാനായിട്ടുണ്ടായി. കൊള്ളാം, സംഗതി കൊള്ളാം. ബാക്ക്ഗ്രൗണ്ട് സ്കോർ നല്ല രസമുണ്ട് കേട്ടോ. ആ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നല്ല ഒരു എൻഗേജിങ് ആക്കി കൊണ്ടുപോകുന്നുണ്ട്. നമുക്കിങ്ങനെ കേൾക്കുന്ന സമയത്ത് ഷൂട്ടിംഗ് കണക്കെ. ഡയറക്ടർ ബൈ ജാഫർ അലി. ഇന്ന് വീണ മുറിവ് നാളെ അറിവല്ലേ, കരയല്ലേ നെഞ്ച കരയല്ലേ, ഇന്ന് വീണ മുറിവ് നാളെ അറിവല്ലേ. ജസ്റ്റ് ബാക്ക്ഗ്രൗണ്ടിൽ പ്രവർത്തിച്ച ആൾക്കാരെ കുറച്ച് പേര് നോക്കാം. ഈ പറഞ്ഞ പോലെ ഡയറക്ഷൻ ജാഫർ അലിയാണ്, DOP ഹൃത്തിക് ശശികുമാർ, എഡിറ്റർ കശ്യപ് ഭാസ്കർ. നല്ല എഡിറ്റിംഗ്, നല്ലൊരു മിക്സിംഗ് നല്ല രസമുണ്ട്. കളറിസ്റ്റ് ജോയിനർ തോമസ്, നൈസായിരുന്നു. ഓക്കെ, സോ ദിസ് ഈസ് തെരുവിന്റെ മോൻ. യെസ്, അപ്പൊ അതാണ് വേടൻ. വേടൻ ആരാണ്? വേടൻ തെരുവിന്റെ പുത്രനാണ് അല്ലെ? തെരുവിൽ കിടന്ന് വളരേണ്ടി വന്ന ആണോ? അല്ല, അവൻ ജനങ്ങളുടെ മനസ്സിൽ കിടന്ന് വളർന്ന ഒരാളാണ്. അവൻ അനുഭവിച്ച വേദനകൾ ഇന്ന് പാട്ടിലൂടെ ജനങ്ങൾ ഏറ്റെടുത്ത് കഴിഞ്ഞു. ഇന്ന് അവൻ കേരളത്തിന്റെ ആളാണ്, കേരളത്തിന്റെ ലോകത്തിൽ തന്നെ ആളാണ്. സോ ദാറ്റ് ഇസ് ദ വേടൻ, ദാറ്റ് ഇസ് ദ തെരുവിന്റെ മോൻ. ഐ ലൈക്ക് സോങ്. എനിക്ക് ഈ സോങ് ഇഷ്ടമായി, നന്നായിട്ട് ഇഷ്ടമായി. കുഴപ്പമില്ല. വേടൻ ഇതുവരെ ചെയ്തിരിക്കുന്ന റാപ്പുകളിൽ നിന്ന് വ്യത്യസ്തമാണ്. ഭയങ്കര തീവ്രമായിട്ടല്ലെങ്കിലും ആ ഒരു മൂഡിൽ അങ്ങ് കൊണ്ടുപോയിട്ടുണ്ട് അവന്റെ ലൈഫ് പറഞ്ഞുകൊണ്ട്. എനിവേ പടം പാട്ട് കിടു നിങ്ങൾക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അതുപോലെ ഞാൻ ചെയ്യുന്ന വീഡിയോസും ഇഷ്ടമാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. 1K സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ജസ്റ്റ് നിയറസ്റ്റ് എത്തി നിൽക്കുകയാണ്. സോ നിങ്ങൾ എല്ലാവരുടെയും പ്രോത്സാഹനം ഉണ്ടെങ്കിൽ എനിക്ക് ഉയർന്നു വരാൻ പറ്റും. നിങ്ങൾ എന്റെ കൂടെ നിൽക്കും എന്നുള്ള വിശ്വാസത്തോടെ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും വണക്കം മക്കളെ, വണക്കം.